പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒക്ടോബർ മാസം 7-ാം തീയതിയാകുമ്പോൾ ഇസ്രായേൽ ഗസ ഹമാസ് യുദ്ധത്തിന് ഒരു വർഷം പൂർത്തിയാകും. 50,000-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു. അവരെല്ലാവരും ഷഹീദായി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. അവരിൽ ആയിരക്കണക്കായ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, രോഗികൾ നിഷ്ഠൂരമായ രൂപത്തിൽ വധിക്കപ്പെട്ടു. ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ബോംബ് വർഷത്തെ തുടർന്ന് ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലും തുല്യതയില്ലാത്ത ആസുരമായ വംശഹത്യക്ക് ഫലസ്തീൻ വാസികൾ ഇരയാക്കപ്പെട്ടു. കരുണ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി നമുക്കെല്ലാം അറിയാം, ലബനാനിലും ഇറാനിലും യമനിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം യുദ്ധത്തിന്റെ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. വൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന കിരാതമായ ഈ ക്രൂരകൃത്യങ്ങൾക്ക് എന്നാണ് ഒരറുതി ഉണ്ടാവുക എന്ന് നമുക്കാർക്കും ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഗസയുണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഹമാസ് ഉണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഫലസ്തീനിലെ നിരപരാധികളായ ആയിരക്കണക്കിൽ ജനങ്ങൾ ഉണ്ടാവണം. അവരോടുള്ള ഐക്യദാർഢ്യം നമ്മുടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും അനുസ്യൂതം ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, കരുണ പറ്റിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യർ തമ്മിലെ ബന്ധങ്ങളിൽ കരുണയില്ല. ക്രൂരതയാണ് ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്ര. നിരപരാധികളായ ആയിരക്കണക്കിൽ കുഞ്ഞുങ്ങൾ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആയുധം നൽകി അവസാനത്തെ കുഞ്ഞിനെ പോലും വധിച്ചെങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് പരിഷ്കൃതർ എന്നഭിമാനിക്കുന്ന ഈ കാലഘട്ടത്തിലെ വികസിത രാജ്യങ്ങളിലെ ഭരണാധികാരികളും ജനങ്ങളും ഒറ്റശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടുവല്ലോ എന്നുള്ള ദുഃഖം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് കാരുണ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിത പശ്ചാത്തലത്തിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക സൂക്തത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവലോകർക്കും, ജനങ്ങൾക്കും, പക്ഷികൾക്കും, മൃഗങ്ങൾക്കും, ഇഴജന്തുക്കൾക്കും, അങ്ങനെ ഏതെല്ലാം ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അനുഗ്രഹമായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ടാണ് മുഹമ്മദെ നാം നിന്നെ ഈ ലോകത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം ആദ്യമന്ത്യാന്തം തീർച്ചയായും നമുക്കറിയാം കാരുണ്യമായി. ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുന്ന പ്രവാചകൻ.
യുദ്ധരംഗത്ത് പോലും കാരുണ്യത്തിന്റെ ഉത്തമമായ ദൃഷ്ടാന്തങ്ങൾ കാഴ്ചവെച്ച പ്രവാചകൻ, ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ പ്രവാചകൻ, ദൗസ് ഗോത്രം ഇസ്ലാമിനെതിരിൽ ഉപജാപങ്ങൾ മെനയുകയും ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ സഹാബിമാർ ആവശ്യപ്പെട്ടു, റസൂലേ, ദൗസ് ഗോത്രത്തിനെതിരിൽ താങ്കൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇന്നമാ ബുഇസ്തു റഹ്മതൻ വലം ഉബഅസ് ലഅനാൻ. ഞാൻ അല്ലാഹുവിന്റെ കാരുണ്യമാണ്, ജനങ്ങളെ ശപിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്താനും വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണമേ, അവരെ ഇസ്ലാമിന്റെ അണിയിലേക്ക് കൊണ്ടുവരണമേ. ഇതായിരുന്നു കാരുണ്യത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ തായിഫിലെ സഖീഫ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ക്രൂരമായ വേട്ടയാടൽ നടത്തിയപ്പോൾ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, സഖീഫ് ഗോത്രത്തിനെതിരിൽ അങ്ങ് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ക്ഷണത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദി സഖീഫൻ വഅതി ബിഹിം. അല്ലാഹുവേ, സഖീഫ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണമേ, അവർക്ക് നീ ഇസ്ലാമിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കണമേ, അവർ ഇസ്ലാമിന് മുതൽക്കൂട്ടാക്കി തരണമേ എന്ന്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സായാഹ്ന വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, ഉഹദ് യുദ്ധത്തിൽ അങ്ങേക്കുണ്ടായ പ്രയാസങ്ങൾ ഞങ്ങൾ കണ്ടു, അങ്ങയുടെ ശരീരത്തിലുണ്ടായ പരിക്കുകൾ ഞങ്ങൾ ദർശിച്ചു, ഒരു പല്ല് പോലും അങ്ങേക്ക് നഷ്ടപ്പെടുന്ന രൂപത്തിൽ ശത്രുക്കൾ അങ്ങയെ ആക്രമിച്ചു, അങ്ങന്ന് വേദനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഇതിനേക്കാൾ പ്രയാസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രവാചകത്വ ജീവിത കാലയളവിനുള്ളിൽ അങ്ങേക്കുണ്ടായിരുന്നോ റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ മറുപടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അതിനേക്കാൾ പ്രയാസകരമായ സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊരു സന്ദർഭത്തിൽ ഇബ്നു അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ സന്നിധിയിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ചെന്നു. അവർ ഇസ്ലാമിന്റെ പ്രബോധകന്മാരായി തീരണം എന്ന ആഗ്രഹമായിരുന്നു എന്റെ മനസ്സിൽ. മക്കയിൽ താങ്ങും തണലുമില്ലാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ കുടുംബങ്ങളും എന്റെ ഗോത്രത്തിലെ ആളുകളും വസിക്കുന്ന തായിഫിൽ ഞാൻ ചെന്നു ഇസ്ലാമിക പ്രബോധകനായിക്കൊണ്ട്. അവരോട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന കാര്യം അവരോട് വ്യക്തമായ രൂപത്തിൽ സമർത്ഥിച്ചു. പക്ഷേ അവരെന്നെ പരിഹസിച്ചു, അവരെന്നെ അവഹേളിച്ചു, അവരെന്നെ കല്ലെറിഞ്ഞു, അവരെല്ലാ രൂപത്തിലും എനിക്ക് മനപ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ പെരുമാറി. അങ്ങനെ ഹൃദയഭാരം സഹിക്കവയ്യാതെ ദുഃഖഭാരം താങ്ങിക്കൊണ്ട് ഞാൻ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എന്റെ പ്രാർത്ഥനകൾ ഞാൻ ഉയർത്തി. اللهم إليك أشكو ضعف قوتي وقلة حيلتي وهواني على الناس أنت رب المستضعفين إلى من تكلني إلى بعيد يتهجمني أم إلى قريب ملكته أمدي. പടച്ചവനെ, എന്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എന്റെ വേദനകളും വേവലാതികളും ഞാനിതാ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ദുർബലരായ ആൾക്കാരുടെ രക്ഷിതാവ് നീയാണല്ലോ, എന്നെ നീ രക്ഷിക്കണമേ. ആകാശഭൂമികൾ ഏതൊരു പ്രകാശ ധോരണിയിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടോ ആ കാന്തി വലയത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ നീ എന്നെ സഹായിക്കണം. എന്നോട് നിനക്ക് കോപമുണ്ടാവരുത്, നിന്റെ തൃപ്തിയാണ് എനിക്ക് വലുത് എന്ന് ഹൃദയത്തിൽ ചാലിച്ച രക്തത്തിലെ വരികൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ ഉയർത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, മുഹമ്മദേ,
നിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു. ഞാനിതാ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നിർദ്ദേശവുമായി വന്ന ജിബ്രീലാണ്. അതാ അവിടെ കാണുന്ന 2 മലകൾ ഈ ജനതയുടെ തലക്ക് മുകളിൽ മറിച്ചിടാൻ ഒരു ഉത്തരവ് ഞാൻ കൊടുത്താൽ മതി. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഈ 2 പർവ്വതങ്ങൾ അവരുടെ മേൽ മറിച്ചിടാൻ തയ്യാറാണ് എന്നുള്ള ഓഫറുമായാണ് ഞാൻ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെ അയച്ചത്. നോക്കണം, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സന്ദർഭത്തിൽ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നിട്ടും എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ ജനത ഇന്ന് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇവരുടെ മുതുകിൽ നിന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന തൗഹീദിന്റെ വക്താക്കളായി തീരുന്ന ഒരു തലമുറ ഇനി വരില്ല എന്നാര് കണ്ടോ? ഒരു പക്ഷേ നാളത്തെ തലമുറ സത്യവിശ്വാസികളായേക്കാം, തൗഹീദിന്റെ വക്താക്കളായേക്കാം, ശിർക്ക് കൈയൊഴിക്കുന്നവരായേക്കാം, ഇസ്ലാമിന്റെ പാതയിലേക്ക് വരുന്നവരായേക്കാം, സ്വർഗത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നവരായേക്കാം. അതിനാൽ പടച്ചവനെ, ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ. അറിവില്ലാത്തതിന്റെ പേരിലാകുന്നു അവർ കാര്യങ്ങൾ ചെയ്തത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഈ കാരുണ്യമല്ലാതെ നബി തിരുമേനിയുടെ ചരിത്രത്തിൽ ഒന്നും കാണാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. വളരെ ചെറിയ ചില രേഖാചിത്രങ്ങൾ മാത്രം നമ്മുടെ അറിവിന് വേണ്ടി ഈ സന്ദർഭത്തിൽ സംക്ഷിപ്തമായി ഞാൻ വിവരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ത്രീകളോട് അങ്ങേയറ്റം കരുണയുള്ളവനായിരുന്നു. സ്ത്രീകളോട് അങ്ങേയറ്റം അലിവും ദയയും കരുണയും ആർദ്രതയും ഉള്ളവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ വീട്ടിലേക്ക് നബി തിരുമേനി കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും 2 കൈകളിൽ പിടിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണ്. നബി തിരുമേനി വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷയോട് ചോദിച്ചു, അല്ലയോ ആയിഷ, എന്തിനാണ് സ്ത്രീ വന്നത്? ആയിഷ പറഞ്ഞു, വല്ലതും കിട്ടാൻ വേണ്ടി വന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. നീ ആ കുട്ടികൾക്ക് എന്ത് കൊടുത്തു? ആ സ്ത്രീക്ക് എന്ത് കൊടുത്തു? ആയിഷ പറയുന്നു, അടുക്കള പരതിയപ്പോൾ ആകെ കണ്ടത് ഒരു കാരക്കച്ചീളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കളയിൽ ആഹാരമായി കണ്ട ഒരേ ഒരു പദാർത്ഥം ഒരു കാരക്കച്ചീളാണ്. ഞാൻ ആ കാരക്ക അവർക്ക് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ കാരക്ക 3ആയി പകുത്തു. ഒരു ചീള് വലത് കൈയിലെ കുട്ടിക്ക് കൊടുത്തു, രണ്ടാമത്തെ ചീള് ഇടത് കൈയിലെ കുട്ടിക്ക് കൊടുത്തു. ആ 2 ചീളുകളും കഴിഞ്ഞപ്പോൾ 3ാമത്തെ ചീള് തന്റെ സ്വന്തം വായിലേക്ക് ഇടാൻ വേണ്ടി ആ സ്ത്രീ തുനിഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടി അത് തട്ടിപ്പറിക്കുകയും അത് തിന്നുകയും ചെയ്തു. ആ തള്ളക്കൊന്നും കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവരണം കേട്ടപ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഉമ്മമാരും ഉപ്പമാരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് നബി തിരുമേനി സ്വർഗമാണ് വാഗ്ദാനം ചെയ്തത്. മനിബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി മിൻ ശൈഇൻ കുന്ന ലഹു സിത്റൻ മിനന്നാർ. ഇത്തരം പെൺകുട്ടികളാൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾ തീർച്ചയായും നാളെ നരകത്തിൽ നിന്നും മറയായിരിക്കും രക്ഷിതാക്കൾക്ക്. മറ്റൊരു ഹദീസിൽ മാതാപിതാക്കളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുവാൻ അള്ളാഹു മലക്കുകൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും കൈത്തണ്ടയിൽ തൂങ്ങിക്കൊണ്ട് പെൺമക്കൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു സങ്കടഹരജിയുണ്ട്. അള്ളാഹുവേ, ബാപ്പയും ഉമ്മയെയും നരകത്തിലേക്ക് കൊണ്ടുപോകരുതേ. ഞങ്ങളെ വളർത്തി, ഞങ്ങളെ വലുതാക്കി, കല്യാണം കഴിപ്പിച്ച് എല്ലാ രൂപത്തിലും ഞങ്ങൾക്ക് സംരക്ഷണം തന്നിട്ടുള്ള ഉമ്മയെയും ഉപ്പയെയും നരകത്തിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് മാതാപിതാക്കന്മാരുടെ കൈത്തണ്ടയിൽ തൂങ്ങി അള്ളാഹുവിന്റെ കോടതിയിൽ സങ്കടഹരി സമർപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. ആരാണ് ശിപാർശകൾ? പെൺകുട്ടികൾ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
രണ്ട് സഹോദരികളെ ആരെങ്കിലും സംരക്ഷിച്ചു, പോറ്റി വളർത്തി വലുതാക്കി അവർക്ക് ആവശ്യമായ എല്ലാതരം കാവലും കരുതലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമാകുന്നു. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു, റസൂലേ, ഒരു പെൺകുട്ടിയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഒരു പെൺകുട്ടിയാണെങ്കിലും തീർച്ചയായും അങ്ങനെ അള്ളാഹു ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് സക്രാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ തന്റെ നെറ്റിയിലുള്ള വിയർപ്പ് തുടച്ചു നീക്കിക്കൊണ്ട് വലതുവശത്തുള്ള തണുത്ത വെള്ളപാത്രത്തിൽ കൈമുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം കൈകൾ കൊണ്ട് നെറ്റിത്തടം തടവിയപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. അസ്സലാ അസ്സലാ വമാ മലക്കത്ത് അയ്മാനുക്കും ഇത്തഖുല്ലാഹ ഫിന്നിസാ. നമസ്കാരത്തിന്റെ കാര്യം ഞാനിതാ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്. സക്രാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് നൽകിയ ഉപദേശമാണത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ മാന്യമായി പെരുമാറണം. നിങ്ങൾ നിക്കാഹ് മുഖേന ഉടമപ്പെടുത്തിയിട്ടുള്ള ആ സ്ത്രീകളോട് മാന്യമായ രൂപത്തിൽ പെരുമാറുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. ഇന്നി അഹ്റജു ഫീ ഹഖ്ഖിൽ ലഈഫൈൻ. രണ്ട് വിഭാഗത്തിന്റെ അവകാശത്തെ കുറിച്ചൊർത്താണ് എന്റെ വേദന. ആരാണവർ? അന്നിസാഉ വൽ യതാമ. ഒന്ന് സ്ത്രീകളാണ്, രണ്ടാമത്തേത് അനാഥകളാണ്. അനാഥകളുടെയും സ്ത്രീകളുടെയും കാര്യം ഓർത്താണ് എന്റെ വേദന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്. പെൺകുട്ടികൾ എന്ന നിലയിൽ, ഭാര്യമാർ എന്ന നിലയിൽ, ഉമ്മമാർ എന്ന നിലയിൽ, സഹോദരിമാരെന്ന നിലയിൽ കരുണയോടുകൂടി വർത്തിക്കാൻ നിരവധി സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉണർത്തി. കാരുണ്യത്തിന്റെ കടലായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരക്കുട്ടി, മകളുടെ കുഞ്ഞ് മരിക്കാൻ കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ സമീപിക്കുന്നു. അവസാനത്തെ ശ്വാസം കുഞ്ഞ് വലിക്കുന്നത് നബി തിരുമേനി കാണുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീർ തുള്ളികൾ അടർന്നൊഴുകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു ഉബാദ എന്നീ സഹാബിമാർ നബിയോട് ചോദിച്ച, റസൂലേ, അങ്ങ് കരയുകയാണോ? അങ്ങ് കരയുകയാണോ റസൂലേ? ഒരു കുഞ്ഞ് മരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അങ്ങ് കരയുകയാണോ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. തന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ച കാരുണ്യത്തിന്റെ വികാരമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുകയാണ്. എന്നിട്ട് മകനായ ഇബ്രാഹിം അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്നും അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നാ അലാ ഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. അല്ലയോ പ്രിയപ്പെട്ട ഇബ്രാഹിമേ, മോനെ, നിന്റെ വേർപാടിൽ ദുഃഖിതരാണ് ഞങ്ങൾ. പക്ഷേ ഈ സന്ദർഭത്തിലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു വാക്കും ഞാൻ പറയാൻ പോകുന്നില്ല. ഇന്ന ലില്ലാഹി മാ അതാ വകുല്ലു ശൈഇൻ ഇൻദഹു ലിഅജലിൻ മുസമ്മാ. അല്ലാഹു എന്താണോ തന്നത് അത് അല്ലാഹു തിരിച്ചെടുക്കും. എല്ലാം കൃത്യമായ ഒരു അവധിക്ക് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും പാഠമാകത്തക്ക രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പരിചാരകരുണ്ട്, നമ്മുടെ വീട്ടിൽ ഭൃത്യന്മാരും ആയമാരും സർവൻസും ഒക്കെയുണ്ട്. അവരോടൊപ്പമുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് പോലും റസൂൽ പഠിപ്പിക്കുക. ദുർബലരായ ആളുകൾ, സമൂഹത്തിലെ പതിതരായ ആളുകൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ച് തിരുമേനി പറയുകയാണ്, നിങ്ങൾ എന്നെ തേടേണ്ടത് പാവങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടാണ്. ദുർബലരായ ആളുകൾ, അശരണരായ ആളുകൾ, അഗതികളായ ആളുകൾ, ആലംബമറ്റരായ വ്യക്തികൾ, കുടുംബങ്ങൾ, വിധവകൾ, നിസ്സർ, ഇവരിൽ സേവനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടേണ്ടത്. അവർക്ക് സേവനം ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയും. അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകുന്നത് നിങ്ങൾ പാവങ്ങളായ ആളുകളെ ഏത് രൂപത്തിൽ നോക്കുന്നു എന്ന് കരുതിക്കൊള്ളാം. പാവങ്ങളായ ആൾക്കാർ നിമിത്തമാണ് നിങ്ങൾക്ക് അള്ളാഹു ആഹാരം തരുന്നത്.
അള്ളാഹു നിങ്ങൾക്ക് സഹായം തരുന്നത് പാവങ്ങളായ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയെ നിങ്ങൾ സഹായിച്ചാൽ, ഒരു പാവപ്പെട്ട കുടുംബത്തെ നിങ്ങൾ സഹായിച്ചാൽ, ഒരു പാവപ്പെട്ട വ്യക്തിയുടെ കണ്ണീര് നിങ്ങൾ ഒപ്പിയാൽ, അവർ ഏകാന്തമായ സന്ദർഭങ്ങളിൽ അള്ളാഹിനോട് പറയും, പടച്ചവനെ എന്നെ സഹായിച്ച ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ആ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. ആ പ്രാർത്ഥനയുടെ തണലിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഭൃത്യന്മാരെ പറ്റി എന്താ തിരുമേനി പറഞ്ഞത്? ഇഖ്വാനുക്കും ജഅലഹുമുല്ലാഹു തഹത ഐദീകും, നിങ്ങളുടെ അധീനതയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിങ്ങളുടെ സ്വന്തം സഹോദരന്മാരാകുന്നു പരിചാരകന്മാർ. ഫമൻ കാന അഖൂഹു തഹത യദിഹി, തന്റെ അധീനതയിൽ വീട്ടിൽ തന്റെ മേൽനോട്ടത്തിൽ ആരെങ്കിലും പരിചാരകരായി നിങ്ങൾക്കുണ്ടെങ്കിൽ താൻ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകണം. താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലെ അവർക്കും കൊടുക്കണം വസ്ത്രം. വലാ തുകല്ലിഫൂഹും മിനൽ അമൽ മാ യഗ്ലിബുഹും, അവർക്ക് പ്രയാസകരമാകുന്ന പണികൾ അവരെ ഏൽപ്പിക്കാൻ പാടില്ല. ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഇനൂഹും, അഥവാ വല്ലതിലക്കും അവർക്ക് ഏതെങ്കിലും ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നിർവഹിക്കുവാൻ അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണം. ഇതായിരുന്നു പ്രവാചകൻ. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ പരിചാരകനാവട്ടെ വീട്ടിൽ ഭക്ഷണവുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നന്ദിയുടെ വാക്കുകൾ പറയണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സന്തോഷത്തോടുകൂടി അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്തിരുത്തണം, അവർക്ക് ഭക്ഷണം നൽകണം. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. കാരണം അവരാകുന്നു അതിന്റെ എല്ലാ പ്രയാസങ്ങളും പൊടിയും പുകയും ഏറ്റുകൊണ്ട് ആ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്നത്. ആരാണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഒരു കാര്യം പോലും തിരുമേനി അവഗണിച്ചില്ലല്ലോ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീയുണ്ട്. പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീ, അവളെ ഒരിക്കൽ നബി തിരുമേനി കാണാതായി. കുറെ ദിവസങ്ങൾ അവരെ കാണാതായപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവിടെ പള്ളി തൂത്ത് വൃത്തിയാക്കുന്ന അടിച്ചു വാരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവളെ കാണാനില്ലല്ലോ കുറെ ദിവസമായിട്ട്. നോക്കണം, പള്ളി അടിച്ചു വാരുന്ന സ്ത്രീയുടെ കാര്യത്തിൽ പോലും ശ്രദ്ധാലുവായിരുന്നു റസൂൽ. സഹാബിമാർ പറഞ്ഞു, അവള് മരിച്ചുപോയി. കഅന്നഹും ഖല്ലലു അംറഹ, വളരെ നിസ്സാരമായിട്ടാണ് അവർ പറഞ്ഞത്. ഹദീസ് പറയാണ്, കഅന്നഹും ഖല്ലലു അംറഹ, നിസ്സാരമായിട്ടാണ് പറഞ്ഞത്, അവള് മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദല്ലൂനി അലാ ഖബരിഹ, എവിടെയാണ് അവളുടെ ഖബർ, എവിടെയാണ് അവളുടെ മറമാടിയത്? ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണ്. അവളുടെ ഖബർ എനിക്ക് കാണിച്ചു തരണം. പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുന്ന സ്ത്രീയുടെ ഖബർ എനിക്ക് കാണിച്ചു തരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ഖബറിന്റെ അടുക്കൽ പോയി ആ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുന്ന ദൃശ്യം ലോകത്ത് ആർക്കാണ് വാസ്തവത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക? ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ മനുഷ്യന്മാരോട് മാത്രമാണോ? മൃഗങ്ങളോടുള്ള കരുണയാണ് തിരുമേനി, മൃഗങ്ങളോട് കരുണ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ കൂടി ഇങ്ങനെ കടന്നു വരികയാണ്. തോട്ടത്തിൽ കൂടി കടന്നു വരുമ്പോൾ ഒരു ഒട്ടകം ഇങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണീർ വാർത്തുകൊണ്ട് നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പള്ളിയിലേക്ക് വന്നു. സഹാബിമാരോട് പറയുകയാണ്, ഞാൻ പള്ളിയിലേക്ക് വന്നപ്പോൾ തോട്ടത്തിൽ കൂടി കടന്നു വരാനിടയായി. തോട്ടത്തിൽ കണ്ണീർ വാർത്തുകൊണ്ട് ഒരൊട്ടകമുണ്ട് ഇങ്ങനെ കിടക്കുന്നു. സഹാബി വന്ന് മുന്നോട്ട് വന്നു, റസൂലേ അതെന്റെ ഒട്ടകമാണ്. അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്റെ ഒട്ടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ സ്നേഹ സാമ്രാജ്യത്തിലെ ജന്തു ജീവിതം ഏത് രൂപത്തിലായിരിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ മൃഗസ്നേഹികളല്ല, കപടന്മാരല്ല, ആളുകളെ വഴിയിൽ വെച്ച് കൊന്ന് പശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരല്ല,
ആത്മാർത്ഥമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സഹാബിമാരോട് പറയുന്നു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നിനക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ മൃഗം, ഈ ജന്തു ഉണ്ടല്ലോ, ഒട്ടകം, അതിനോട് നീ മാന്യമായി പെരുമാറണം. കാരണം ആ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടു. ആരോട് പരാതിപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പരാതിപ്പെട്ടോ. നീ അതിനെ വിശപ്പിക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അത് കരയുകയാണ്. അതിനാവശ്യമായ വെള്ളവും ഭക്ഷണവും നീ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പാവപ്പെട്ട ഒട്ടകത്തെ കൊണ്ട് നീ അങ്ങേയറ്റം പണിയെടുപ്പിച്ച് ക്ഷീണിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹനെ സൂക്ഷിക്കണം. മറ്റൊരു ദിവസം വൈകുന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ തെരുവിലൂടെ കടന്നു വരുമ്പോൾ കുറെ ചെറുപ്പക്കാർ, നമ്മുടെ കാലഘട്ടത്തിലൊക്കെയുള്ള കുറെ ചെറുപ്പക്കാരുണ്ടല്ലോ, അത്തരം ചെറുപ്പക്കാർ വഴിയിൽ നിന്നുകൊണ്ടിങ്ങനെ ഒരു ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ ഇരുന്ന്, നമ്മളെ നാട്ടിലൊക്കെ കലുങ്കിന്റെ പുറത്തിരുന്ന് വൈകുന്നേരം നിങ്ങൾ സൊറ പറയുമല്ലോ, അതുമാതിരി ഒട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് ഇവരെങ്ങനെ വർത്തമാനവും തമാശയും പറഞ്ഞു കുരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശം, ഇർക്കബൂഹാ സാലിമ, ഇർക്കബൂഹാ സാലിമ, ഈ മൃഗങ്ങൾ അവക്ക് ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ അതിന്റെ പുറത്ത് സവാരി ചെയ്യണം. വദഊഹാ സാലിമ, അവയെ നിങ്ങൾ വിട്ടേക്കണം ആരോഗ്യമുള്ള കാലത്ത് തന്നെ. ഫലാ തത്തഖിദുഹാ കറാസിയ, നിങ്ങൾ അത് കസേരയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അഹാദീസിക്കും ഫിത്തുറുഖി, വഴിയിൽ വർത്തമാനം പറഞ്ഞിരിക്കാൻ കസേരയായി ഉപയോഗിക്കാൻ പാടില്ല ആ മൃഗങ്ങളെ. ഫറുബ്ബ മർകൂബത്തിൻ ഖൈറും മിൻ റാകിബിഹാ ഹിയ അക്സറു ദിക്റൻ ലില്ലാഹ്, നിങ്ങൾ ഇപ്പോൾ പുറത്ത് കയറിയിരിക്കുന്ന ഈ ഒട്ടകമുണ്ടല്ലോ, ഒരുപക്ഷെ അള്ളാഹുവിനെ ഏറ്റവും ഓർക്കുന്ന